ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പതിയെ താളം വീണ്ടെടുത്തിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. 2025-ൽ കളിച്ച 3 മത്സരങ്ങളിൽ 2 ജയവും 1 സമനിലയുമാണ് മഞ്ഞപ്പടയുടെ സമ്പാദ്യം. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC-ക്ക് എതിരെയായിരുന്നു മഞ്ഞപ്പടയുടെ അവസാന മത്സരം. ഈ കളിയിൽ ഗോൾ രഹിത സമനിലയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് നേടാനായത്. സ്വന്തം തട്ടകത്തിൽ നടന്ന കളിയിൽ അവസാന 60 മിനിറ്റിൽ 10 പേരുമായി കളിച്ചിട്ടും സമനില നേടാനായത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച നല്ല ഫലമാണ്. ഇപ്പോഴിതാ മികച്ച ഫോമിലേക്ക് തിരിച്ചെത്തിയ കേരള ബ്ലാസ്റ്റേഴ്സിന് സന്തോഷം സമ്മാനിക്കുന്ന മറ്റൊരു കാര്യം കൂടി എത്തിയിരിക്കുകയാണ്. 17-ാം മത്സര ആഴ്ചയിലെ പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിൽ പോയ വാരത്തെ മികച്ച ടീമിനെ ISL തെരഞ്ഞെടുത്തിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് 2 പേർ ഈ ടീം ഓഫ് ദി മാച്ച് വീക്കിൽ ഇടം പിടിച്ചു എന്നതാണ് ശ്രദ്ധേയം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ സൂപ്പർ താരം കോമ പെപ്രെ പോയ ആഴ്ചയിലെ മികച്ച ISL ടീമിന്റെ ആക്രമണ നിരയിലുണ്ട്. സ്പാനിഷ് സ്ട്രൈക്കർ ജെസ്യൂസ് ജെമിനസിന് പരിക്കേറ്റപ്പോൾ മഞ്ഞപ്പടയുടെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിലേക്ക് വന്ന പെപ്രെ കഴിഞ്ഞ കളികളിലെല്ലാം മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. അതേസമയം പോയ വാരത്തെ മികച്ച ISL ടീമിന്റെ പരിശീലകൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ TG പുരുഷോത്തമനാണ്. നേരത്തെ മിഖായിൽ സ്റ്റാറയെ പുറത്താക്കിയതിന് പിന്നാലെയായിരുന്നു മലയാളിയായ പുരുഷോത്തമനെ മഞ്ഞപ്പട ഇടക്കാല പരിശീലകനായി നിയമിച്ചത്. മികച്ച രീതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ മുന്നോട്ട് നയിക്കുന്ന അദ്ദേഹം പരിശീലകനായ 5 കളികളിൽ നിന്ന് 10 പോയിന്റുകൾ ബ്ലാസ്റ്റേഴ്സിന് നേടിക്കൊടുത്തിരിക്കുകയാണ്. ഒരു കളി മാത്രമാണ് പുരുഷോത്തമന് കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തോറ്റത്. അതേസമയം FC ഗോവയുടെ ഹൃത്തിക് തിവാരിയാണ് പോയ ആഴ്ചയിലെ മികച്ച ISL ടീമിന്റെ ഗോൾ കീപ്പർ. പഞ്ചാബ് FC താരം അഭിഷേക് സിംഗ്, ജംഷഡ്പൂർ FCയുടെ സ്റ്റീഫൻ എസെ, FC ഗോവയുടെ സന്ദേശ് ജിങ്കൻ, മോഹൻ ബഗാൻ സൂപ്പർ ജെയിനിന്റെ സുഭാശിഷ് ബോസ് എന്നിവരാണ് പ്രതിരോധ നിരയിലുള്ളത്. ഇതിൽ സുഭാശിഷ് ബോസാണ് ടീമിന്റെ നായകൻ. FC ഗോവൻ താരം ബ്രിസൺ ഫെർണാണ്ടസ്, ജംഷഡ്പൂർ FC താരം ഹാവി ഹെർണാണ്ടസ്, ചെന്നൈയിൻ FC താരം കോണോർ ഷീൽഡ്സ് എന്നിവർ മധ്യനിരയിലുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോമ പെപ്രെ, ബംഗളൂരു FCയുടെ സുനിൽ ഛേത്രി, മുഹമ്മദൻ SCയുടെ മൻവീർ സിംഗ് എന്നിവർ മുന്നേറ്റ നിരയിലും അണിനിരക്കുന്നു. ISL ടീം ഓഫ് ദി മാച്ച് വീക്ക് 17 ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഹൃതിക് തിവാരി, അഭിഷേക് സിംഗ്, സ്റ്റീഫൻ എസെ, സന്ദേശ് ജിങ്കൻ, സുഭാശിഷ് ബോസ്, ബ്രിസൺ ഫെർണാണ്ടസ്, ഹാവി ഹെർണാണ്ടസ്, കോണോർ ഷീൽഡ്സ്, മൻവീർ സിംഗ്, സുനിൽ ഛേത്രി, കോമ പെപ്രെ എന്നിവർ ഉൾപ്പെടുന്നു. അതേസമയം ISL 2024-25 സീസൺ 2ാം പകുതി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിന്റാണ് പോയിന്റ് പട്ടികയിൽ 1ാമത്. 16 കളികളിൽ 36 പോയിന്റാണ് അവരുടെ സമ്പാദ്യം. FC ഗോവ 16 കളികളിൽ 30 പോയിന്റുമായി 2ാമതും, ബംഗളൂരു FC 16 കളികളിൽ 28 പോയിന്റുമായി 3ാമതുമുണ്ട്.